അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. വാവ്, ഇയാളുടെ മുടിക്കിപ്പോ നല്ല ഉള്ള നീളം വന്നല്ലോ. എന്റെ മുടി നോക്ക്. നീ നിന്റെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്യ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 24 വെള്ളിയാഴ്ച. സംസ്ഥാനത്തെ മദ്യനയത്തിൽ ഇളവ് പ്രഖ്യാപിക്കണമെങ്കിൽ ബാറുടമകൾ 2.5 ലക്ഷം രൂപ വീതം കോഴ നൽകണമെന്ന് ബാറുടമകളുടെ സംഘടനാ നേതാവിന്റെ ശബ്ദരേഖ. ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റും ഇടുക്കി ജില്ലാ പ്രസിഡന്റുമായ അനിമോന്റെ ശബ്ദരേഖയാണ് പുറത്തുവന്നിട്ടുള്ളത്. ഡ്രൈഡേ ഒഴിവാക്കൽ, ബാറുകളുടെ സമയം കൂട്ടലടക്കം ബാറുടമകളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുള്ള പുതിയ മദ്യനയത്തിന് തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് പണം ആവശ്യപ്പെടുന്ന ശബ്ദ സന്ദേശം പുറത്തുവരുന്നത്. സംഘടനയുടെ ഇടുക്കി ജില്ലാ ഗ്രൂപ്പിലാണ് ശബ്ദ സന്ദേശം പ്രത്യക്ഷപ്പെട്ടത്. സംസ്ഥാന പ്രസിഡന്റിന്റെ സന്ദേശം അനുസരിച്ചാണ് പണപ്പിരിവെന്നും അനിമോൻ വ്യക്തമാക്കുന്നുണ്ട്. ബാറുടമകളിൽ നിന്നും പണപ്പിരിവ് ആവശ്യപ്പെട്ട ഫെഡറേഷൻ ഓഫ് കേരള ബാർ ഹോട്ടൽസ് സംസ്ഥാന വൈസ് പ്രസിഡന്റിനെ തള്ളി അസോസിയേഷൻ പ്രസിഡന്റ് സുനിൽകുമാർ. അനുകൂലമായ മദ്യനയത്തിനു വേണ്ടിയാണ് പണപ്പിരിവെന്ന് പുറത്തുവന്ന ഓഡിയോയിൽ കൃത്യമായി പറയുന്നുണ്ടെങ്കിലും പുതിയ സംഘടന രൂപീകരിക്കാൻ ശ്രമിച്ച അനിമോനെ ഇന്നലെ സസ്പെൻഡ് ചെയ്തിരുന്നുവെന്നാണ് പ്രസിഡന്റ് പ്രതികരിച്ചത്. കൂടാതെ പിരിക്കാൻ പറഞ്ഞത് അസോസിയേഷൻ കെട്ടിട നിർമ്മാണത്തിനുള്ള ലോൺ തുകയാണെന്നാണ് പ്രസിഡന്റിന്റെ വാദം. പുതിയ മദ്യനയം നടപ്പാക്കുന്നതിന് സംസ്ഥാനത്തെ ഓരോ ബാറുടമകളിൽ നിന്നും 2.5 ലക്ഷം രൂപ വീതം ആകെ 25 കോടി കോഴ വാങ്ങാൻ നീക്കമെന്ന വെളിപ്പെടുത്തൽ കേട്ടിരുന്നുവെന്നും ശബ്ദരേഖ സർക്കാർ വളരെ ഗൌരവത്തോടെ കാണുന്നുവെന്നും എക്സൈസ് മന്ത്രി MB രാജേഷ്. മദ്യനയത്തിന്റെ പ്രാരംഭ ചർച്ചകൾ പോലും ആയിട്ടില്ലെന്നും ഗൂഢാലോചന ഉണ്ടോയെന്ന് പരിശോധിക്കട്ടെയെന്നും മന്ത്രി പറഞ്ഞു. ബാർ കോഴ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ എക്സൈസ് മന്ത്രി MB രാജേഷ് ഉടനടി രാജിവെക്കണമെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ. ബാറുകൾ തുറക്കാൻ ധനമന്ത്രി MK മാണി 1 കോടി രൂപ കോഴ വാങ്ങിയെന്ന ബാറുടമകളുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ധനമന്ത്രി MK മാണിക്ക് രാജിവെക്കേണ്ടി വന്നതെന്നും എന്നാൽ ഇപ്പോഴത്തേത് 25 കോടിയുടെ ഇടപാടാണെന്നും അതിനാൽ എക്സൈസ് മന്ത്രി MB രാജേഷ് ഉടനടി രാജിവെക്കണമെന്നും KPCC പ്രസിഡന്റ് K സുധാകരൻ ആവശ്യപ്പെട്ടു. ബാർ കോഴ ആരോപണം ഞെട്ടിപ്പിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. എക്സൈസ് മന്ത്രി രാജിവെക്കണം. നിലവിലെ മദ്യനയത്തിൽ മാറ്റം വരുത്തിയത് അബ്കാരികളെ സഹായിക്കാനാണെന്നും അദ്ദേഹം പറഞ്ഞു. ഒന്നാം പിണറായി സർക്കാർ 669 ബാറുകൾക്കും രണ്ടാം പിണറായി സർക്കാർ 130 ബാറുകൾക്കും അനുമതി നൽകി. നോട്ടെണ്ണുന്ന യന്ത്രം ഇപ്പോൾ എവിടെയാണ്? മുഖ്യമന്ത്രിയുടെ വീട്ടിലാണോ എക്സൈസ് മന്ത്രിയുടെ വീട്ടിലാണോ എന്നും അദ്ദേഹം പരിഹസിച്ചു. കേരളത്തിൽ ദില്ലി മോഡൽ ബാർ കോഴയാണ് നടക്കുന്നതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് എല്ലാം നടക്കുന്നത്. അരവിന്ദ് കെജ്രിവാളിന്റെ അവസ്ഥ വരും മുൻപ് പിണറായി വിജയൻ രാജിവെക്കുന്നതാണ് നല്ലതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. സർക്കാരിന്റെ നയങ്ങൾ തീരുമാനിക്കുന്നത് ബാർ മുതലാളിമാരാണെന്ന് വ്യക്തമായിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇടതുമുന്നണിയിൽ ആരും കോഴ ആവശ്യമുള്ളവരല്ലെന്നും ഇവിടെ ആരും കാശ് വാങ്ങില്ലെന്നും ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. ഇടതുമുന്നണിയുടെ മദ്യനയം നടപ്പാക്കാൻ കോഴ നൽകേണ്ടതില്ല, അതിനാരും പിരിക്കേണ്ട. IT പാർക്കുകളിൽ മദ്യശാലകൾ തുടങ്ങുന്നത് ഇടതുമുന്നണിയുടെ മദ്യനയത്തിന്റെ ഭാഗമാണ്. മുഖ്യമന്ത്രി തന്നെ അക്കാര്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്, അത് നടപ്പാക്കുമെന്നും ഗണേഷ് കുമാർ വ്യക്തമാക്കി. ബാർ കോഴ ആരോപണം ഗൌരവമുള്ളതെന്ന് LDF ഇടുക്കി ജില്ലാ കൺവീനറും CPI നേതാവുമായ KK ശിവരാമൻ. എല്ലാ ബാറുകളും പണം നൽകിയാൽ 250 കോടിയാകും. ഇത് സംബന്ധിച്ച് അടിയന്തര പരിശോധന വേണം. കള്ളക്കഥയാണോ ഇതെന്ന് തിരിച്ചറിയണം. വെളിപ്പെടുത്തലിനെക്കുറിച്ച് സർക്കാർ അടിയന്തര അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലെയുള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. Celebrating 100 years of പുളിമൂട്ടിൽ സിൽക്സ്.
ബാർകോഴ ആരോപണം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന എക്സൈസ് മന്ത്രി MB രാജേഷ് DGP ഷെയ്ഖ് ദർവേഷ് സാഹിബിന് കത്ത് നൽകി. വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്ന് കുറ്റപ്പെടുത്തുന്ന കത്തിൽ പ്രചരിക്കുന്ന ഓഡിയോ സന്ദേശത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. തദ്ദേശ വാർഡ് വിഭജനത്തിനുള്ള ഓർഡിനൻസിൽ തീരുമാനം വൈകുന്നതോടെ ബിൽ കൊണ്ടുവരാൻ സർക്കാർ തീരുമാനം. ജൂൺ 10 മുതൽ നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സഭാ സമ്മേളനം വിളിക്കുന്നതിന് ഗവർണറോട് ശുപാർശ ചെയ്യും. ഈ സമ്മേളനത്തിൽ തന്നെ തദ്ദേശ വാർഡ് വിഭജന ബിൽ കൊണ്ടുവരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഓരോ തദ്ദേശ വാർഡിലും ഒരു സീറ്റ് വീതം അധികം വരുന്ന നിലയിലുള്ള വാർഡ് വിഭജനത്തിനാണ് സർക്കാർ ആലോചിക്കുന്നത്. ദേശീയപാതയിലെ അശാസ്ത്രീയ സിഗ്നലുകൾ യാത്രാ കാലതാമസമുണ്ടാക്കുന്നുവെന്നും അനാവശ്യ സിഗ്നലുകൾ ഒഴിവാക്കി യു-ടേണുകൾ അനുവദിച്ച് പരിഹാരം കാണുമെന്നും ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. യാത്രാ ദുരിതം കണ്ടറിയാൻ തൃശൂർ മുതൽ കളമശ്ശേരി വരെ യാത്ര നടത്തി സംസാരിക്കുകയായിരുന്നു ഗതാഗത മന്ത്രി. പരിശോധനയ്ക്കിടെ കിട്ടുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് വേഗത്തിൽ പരിഹാരം കാണുമെന്നും ഗണേഷ് കുമാർ കൂട്ടിച്ചേർത്തു. ഇന്നും നാളെയും സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 9 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. വരുന്ന 5 ദിവസം കൂടി സംസ്ഥാനത്ത് മിതമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പെരിയാറിലേക്ക് രാസമാലിന്യം ഒഴുക്കിയതിനെ തുടർന്നുണ്ടായ മത്സ്യക്കുരുതിയിൽ 10 കോടി രൂപ നഷ്ടമെന്ന് ഫിഷറീസ് വകുപ്പിന്റെ പ്രാഥമിക വിലയിരുത്തൽ. പാരിസ്ഥിതികാഘാതം വലുതെന്നും പ്രാഥമിക വിലയിരുത്തൽ. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിലെ പ്രതി രാഹുലിനെ സഹായിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ ശരത് ലാലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഈ മാസം 31ലേക്ക് മാറ്റി. പോലീസ് റിപ്പോർട്ടിനായാണ് ഹർജി മാറ്റിയത്. രാഹുലിനെ സഹായിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്ന് ഇയാളെ സസ്പെൻഡ് ചെയ്തിരുന്നു. ജൂൺ 1 മുതൽ രാജ്യത്ത് നടപ്പിലാക്കാൻ പോകുന്ന ഡ്രൈവിംഗ് ലൈസൻസ് ഉൾപ്പെടെ വാഹനവും റോഡുകളുമായി ബന്ധപ്പെട്ട പുതിയ നിയമങ്ങൾ പ്രകാരം പല നിയമലംഘനങ്ങളുടെയും പിഴ വർദ്ധിക്കും. പുതിയ നിയമമനുസരിച്ച് പ്രായപൂർത്തിയാകാത്തയാളുടെ ഡ്രൈവിംഗ് പിടിക്കപ്പെട്ടാൽ രക്ഷിതാവിനോ കുടുംബാംഗങ്ങൾക്കോ 25,000 രൂപ വരെ പിഴ ചുമത്തും. കൂടാതെ വാഹനോടമയുടെ രജിസ്ട്രേഷനും റദ്ദാക്കപ്പെടും. സംസ്ഥാനത്തെ പോളിടെക്നിക് കോളേജുകളിൽ 2023-2024 വർഷത്തിൽ റെക്കോർഡ് പ്ലേസ്മെന്റാണ് നടന്നതെന്ന് മന്ത്രി ആർ ബിന്ദു. ഏകദേശം 198 കമ്പനികളിലായി 4,500-ലധികം പ്ലേസ്മെന്റാണ് ഡിപ്ലോമ എഞ്ചിനീയർമാർ നേടിയത്. സംസ്ഥാന പ്ലേസ്മെന്റ് സെൽ സംവിധാനത്തിന് കീഴിലാണ് വിവിധ വ്യവസായ സ്ഥാപനങ്ങൾ പോളിടെക്നിക് കോളേജുകളിൽ ക്യാമ്പസ് പ്ലേസ്മെന്റ്സ് നടത്തിയതെന്നും മന്ത്രി അറിയിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം അറിയുന്ന ജൂൺ 4-ന് നാദാപുരം മണ്ഡലത്തിൽ ആഹ്ലാദ പ്രകടനങ്ങൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്താൻ സർവകക്ഷി യോഗത്തിൽ തീരുമാനം. ഡിവൈഎസ്പിയുടെ ഓഫീസിൽ ചേർന്ന രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനങ്ങളെടുത്തത്. സൌദി ജയിലിൽ കഴിയുന്ന അബ്ദുൽ റഹീമിന്റെ മോചനത്തിനായി ദിയാധനം നൽകാനുള്ള 1.5 കോടി സൌദി റിയാൽ, ഏകദേശം 34 കോടി രൂപ റിയാദ് ഇന്ത്യൻ എംബസിയുടെ നിർദ്ദേശപ്രകാരം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അക്കൌണ്ടിലേക്ക് അയച്ചതായി റിയാദിലെ അബ്ദുറഹീം നിയമസഹായ സമിതി അറിയിച്ചു. കണ്ണഞ്ചിപ്പിക്കുന്ന നക്ഷത്രത്തിളക്കവുമായി KSFEയുടെ ഗാലക്സി ചിട്ടികൾ വരവായി. 100% സുരക്ഷിതത്വവും മെഗാ ബമ്പർ നറുക്കെടുപ്പിലൂടെ ഭാഗ്യം കടാക്ഷിക്കുന്നവർക്ക് ബെൻസ് കാറും ലഭിക്കുന്നു. ഒപ്പം 17 ഇന്നോവ കാറുകളും 170 ഐഫോണുകളും. ഗാലക്സി ചിട്ടി, ഇനി ആഘോഷ ചിട്ടി. രാജ്യം ഏകാധിപത്യത്തിലേക്ക് നീങ്ങുന്നുവെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. അവർ ആദ്യം ഹേമന്ത് സോറനെയും പിന്നീട് തന്നെയും അറസ്റ്റ് ചെയ്തു. കേജ്രിവാളിനെ കള്ളക്കേസിൽ കുടുക്കിയാൽ ആരെ വേണമെങ്കിലും കള്ളക്കേസിൽ കുടുക്കാമെന്ന സന്ദേശമാണ് BJP സർക്കാർ നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. താൻ ഇന്ന് രാജിവെച്ചാൽ പിണറായി വിജയന്റെയും മമതാ ബാനർജിയുടെയും സർക്കാരുകളെ BJP താഴെയിറക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യത്തെ ഓരോ ബൂത്തിലും രേഖപ്പെടുത്തുന്ന വോട്ടുകളുടെ വിവരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിക്കപ്പെട്ട ഹർജിയിൽ തൽക്കാലം ഇടപെടാതെ സുപ്രീംകോടതി. തെരഞ്ഞെടുപ്പ് പ്രക്രിയ രാജ്യത്ത് പുരോഗമിക്കുന്നതിനാൽ വിഷയം വേനലവധിക്ക് ശേഷം പരിഗണിക്കാമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. ബംഗാളിൽ OBC സർട്ടിഫിക്കറ്റുകൾ റദ്ദാക്കിയ ഹൈക്കോടതി നടപടിക്കെതിരെ ബംഗാൾ സർക്കാർ സുപ്രീംകോടതിയിലേക്ക്. സുപ്രീംകോടതിയുടെ വേനൽ അവധിക്ക് ശേഷമായിരിക്കും ഹർജി ഫയൽ ചെയ്യുക. 2010 ശേഷമുള്ള OBC സർട്ടിഫിക്കറ്റുകളാണ് കൽക്കത്ത ഹൈക്കോടതി റദ്ദാക്കിയത്. അരവിന്ദ് കെജ്രിവാളിന്റെ PA മർദ്ദിച്ചെന്ന ആരോപണവുമായി ബന്ധപ്പെട്ട വിവാദത്തിന് പിന്നാലെ
രാജ്യസഭാംഗത്വം രാജിവെക്കണമെന്ന AAPയുടെ ആവശ്യം തള്ളി സ്വാതി മലിവാൾ. മാന്യമായി ആവശ്യപ്പെട്ടിരുന്നുവെങ്കിൽ പരിഗണിച്ചേനെയെന്നും തല്ലി തിരികെ വാങ്ങുന്ന രീതിക്ക് വഴങ്ങില്ലെന്നും സ്വാതി മലിവാൾ പറഞ്ഞു. പോരാടാൻ തന്നെയാണ് തീരുമാനമെന്നും അവർ വ്യക്തമാക്കി. ബുർഖ പോലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് വോട്ട് ചെയ്യാനെത്തുന്നവരെ കർശന പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നാവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകി ദില്ലി BJP. നാളെ ദില്ലിയിൽ വോട്ടെടുപ്പ് നടക്കാനിരിക്കെയാണ് കത്ത് നൽകിയത്. കള്ളവോട്ട് തടയാൻ ഇത്തരത്തിൽ വസ്ത്രം ധരിച്ചെത്തുന്നവരെയും അവരുടെ തിരിച്ചറിയൽ രേഖകളും പരിശോധിക്കാൻ വേണ്ടത്ര വനിതാ ഉദ്യോഗസ്ഥരെ പോളിംഗ് ബൂത്തുകളിൽ വിന്യസിക്കണമെന്നും BJP കത്തിൽ ആവശ്യപ്പെടുന്നു. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവിജ വിനീത്. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.